ബലികളിലും എല്ലാം ദൈവത്തിന് ഇഷ്ടമായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കായനെ കുപിതനാക്കി. കായൻ ഇപ്പോൾ മനസ്സുകൊണ്ട് ദൈവത്തോട് മല്ലടിക്കുന്നവനായി മാറി, മനസ്സുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകലുന്നവനായി മാറി, മനസ്സുകൊണ്ട് ദൈവത്തോട് മത്സരിക്കുന്നവനായി മാറി. അവന്റെ മുഖം വാടി. അവന്റെ ആദ്യത്തെ മുഖപ്രകാശം ഒന്നും ഇപ്പൊ കാണാനില്ല. അവന്റെ മുഖം വാടി. അവന്റെ ഉള്ളിൽ എന്തോ അന്ധകാരം പ്രവർത്തിക്കുന്നതായി ദൈവം കണ്ടെത്തി. ദൈവം കായന്റെ അടുത്ത് ഇറങ്ങി വന്നു. ദൈവം കായനെ തള്ളിക്കളഞ്ഞില്ല. ദൈവം ആബേലിനെയാണ് ദൈവത്തിന് ഇഷ്ടമെങ്കിലും കായന്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ടപ്പോൾ ദൈവം കായന്റെ അടുത്ത് വന്ന് അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് ഒരു കൂട്ടുകാരനോട് എന്ന പോലെ, ഒരു അപ്പൻ മകനോട് എന്ന പോലെ കായനോട് ദൈവം സംസാരിക്കുകയാണ്. ദൈവം കായനോട് ചോദിക്കുകയാണ്, നിന്റെ മുഖം എന്താ ഇങ്ങനെ വാടിയിരിക്കുന്നത്? കായൻ ദൈവത്തെ ഗവനിച്ച് ദൈവത്തോടൊന്നും പറഞ്ഞില്ല. അവന്റെ ഹൃദയം അവൻ ദൈവത്തിന് തുറന്നില്ല. അവൻ ദൈവത്തോട് ഹൃദയം തുറന്നില്ല. അവൻ ദൈവത്തോട് കാരണം പറഞ്ഞില്ല. അവന് തോന്നി, എന്റെ ദൈവത്തോട് ഞാൻ എന്ത് കാരണം, ദൈവത്തോടൊന്നും പറയേണ്ട ആവശ്യമില്ലെന്ന് അവന് തോന്നി. അവൻ ദൈവത്തോട് മത്സരിക്കുന്ന ഒരു പ്രകൃതക്കാരനായി അവൻ മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം അവനോട് കുറെ സ്നേഹത്തിൽ അടുത്തിടപെട്ട്, പക്ഷേ അവന്റെ ഹൃദയം അവൻ ദൈവത്തോട് തുറന്നില്ല. അവൻ ദൈവത്തെ ഗവനിച്ചുമില്ല. അവൻ ദൈവത്തെ അവഗണിച്ച് മുമ്പോട്ട് പോയി. ദൈവം അവന് ഒരു പിതൃതുല്യമായ ഉപദേശം കൊടുത്തു. കായൻ, പാപം പടിവാതിൽക്കൽ പതിയിരിപ്പുണ്ട്, നീ അതിനെ കീഴ്പ്പെടുത്തണം. ദൈവത്തിന്റെ ഒരു വാക്കിനും അവൻ വില കൽപ്പിച്ചില്ല. അവൻ അവന്റെ സ്വന്തം വഴിക്ക് പോയി. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവൻ ദൈവികമായ ആ ഒരു കൂട്ടായ്മ വിട്ടു നടന്നപ്പോൾ അവൻ തിന്മയുടെ പിടിയിൽ അമർന്നു. കൂട്ടം വിട്ടു നടക്കുന്ന ആടിനെ ചെന്നായും കരടിയും പെട്ടെന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത് പോലെ അവൻ ദൈവിക കൂട്ടായ്മ വിട്ടു നടന്നപ്പോൾ അവൻ അന്ധകാരത്തിന്റെയും തിന്മയുടെയും പാപത്തിന്റെയും പിടിയിൽ അവൻ അമർന്ന് അവൻ സഹോദരനായ ആബേലിനെ വിളിച്ച് വയലിലേക്ക് പോയി. ആ വയലിൽ വെച്ച് അവൻ സഹോദരനോട് കയർത്തു. അവനെ വയലിലിട്ട് അടിച്ചു കൊന്ന്. എന്നിട്ടൊന്നും സംഭവിക്കാത്ത പോലെ അവൻ ഇതാ തിരിച്ചു വന്ന് അവന്റെ അനുദിന കർത്തവ്യങ്ങൾ, അനുദിന പ്രവൃത്തികൾ ചെയ്ത് അവൻ മുന്നോട്ട് പോവുകയാണ്. നോക്കുക, അവന്റെ ഹൃദയത്തിൽ അവനിപ്പോൾ ദൈവിക ചിന്തയില്ല. അവൻ ചെയ്ത തെറ്റിനെ കുറിച്ച് പോലും ഒന്നും അവൻ പരിഗണിക്കുന്നില്ല. ദൈവം വീണ്ടും ഇറങ്ങി വന്ന് ദൈവം അവനോട് ചോദിച്ച്, കായൻ, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവിക രഹസ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു പാപപ്രവൃത്തി ചെയ്യുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വഴിവിട്ട് നടക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ അന്ധകാര പ്രവൃത്തികളിൽ നാം ഏർപ്പെടുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ ആ പ്രവൃത്തികളിൽ ദൈവവും ഒരു കക്ഷിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പാപപ്രവൃത്തിയുടെ ദുരിതം അനുഭവിക്കുന്ന വ്യക്തിയും മാത്രമല്ല, ഗവൺമെന്റ് മാത്രമല്ല, നാലാമത് ദൈവം എന്നൊരു വ്യക്തി കൂടെ ഈ പ്രവർത്തനത്തോട്, നമ്മുടെ ഓരോ പ്രവൃത്തിയോടും ബന്ധപ്പെട്ട് വ്യാപരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപക്ഷെ ഞാൻ ചെയ്ത തിന്മ എന്റെ മനസ്സുകൊണ്ടൊരു തിന്മയായി എനിക്ക് തോന്നുന്നില്ലായിരിക്കാം. ഒരുപക്ഷെ ഞാൻ ചെയ്ത തിന്മ എന്റെ വീട്ടിലെ മാതാപിതാക്കന്മാരോ കൂടപ്പിറപ്പുകളോ നാട്ടുകാരോ വീട്ടുകാരോ ഗവൺമെന്റോ ആരും എന്നെ കുറ്റപ്പെടുത്താതെ എല്ലാവരും എന്റെ സൈഡായിരിക്കാം. എല്ലാവരും സൈഡാണെങ്കിലും ശരി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ ദൈവം എന്നൊരു കക്ഷി കൂടെ ആ പ്രവൃത്തിയോട് ബന്ധപ്പെട്ട് വ്യാപരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. മനുഷ്യൻ ചെയ്യുന്ന സകല പ്രവൃത്തികളിലും നാലാമതൊരു കക്ഷി കൂടെയുണ്ട്. അത് ദൈവമത്രേ. ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്കും മറ്റുള്ളവർക്ക് എല്ലാവർക്കും നല്ലതെന്ന് തോന്നുന്ന പ്രവൃത്തിയാണെങ്കിലും അത് ദൈവം നല്ലത് ശരി എന്ന് പറഞ്ഞില്ലെങ്കിൽ, ലോകം മുഴുവൻ ശരിയെന്ന് പറഞ്ഞാലും ശരി, ആ പ്രവൃത്തി തെറ്റാണ്. ദൈവം അംഗീകരിക്കാത്തൊരു പ്രവൃത്തി അത് തെറ്റാണ്. നന്മ തിന്മകളെ തിരിച്ചറിയുന്നത്, ഒരു മൂല്യത്തിന് അടിസ്ഥാനമായി നിൽക്കുന്നത് ലോകത്തിന്റെ വാക്കുകളോ നാട്ടുകാരുടെ വാക്കുകളോ ആ തിന്മയ്ക്ക് ഇരയായവന്റെ വാക്കുകളോ അല്ലെങ്കിൽ തിന്മ ചെയ്യുന്ന ആ വ്യക്തിയുടെ വാക്കുകളോ അല്ല. ഒരു പ്രവൃത്തിയുടെ മൂല്യം നിർണ്ണയിക്കുന്നത്, ഒരു പ്രവൃത്തി നല്ലതോ ചീത്തയോ എന്ന് പറയുന്നത് ദൈവത്തിന്റെ അഭിപ്രായത്തെ അടിസ്ഥാനമാക്കിയാണ്. ദൈവം അംഗീകരിച്ചില്ലെങ്കിൽ ആരൊക്കെ അംഗീകരിച്ചാലും ആ പ്രവൃത്തി തെറ്റ് തന്നെ ആയിരിക്കും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നോക്കുക, കായേൻ ഇവിടെ ഒരു കൂസലുമില്ല. അവനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? അപ്പോൾ കായൻ പറയാണ്, ഏത് സഹോദരൻ? കായൻ, ആബേൽ എവിടെ? എനിക്ക് ആബേലിന്റെ കാര്യം നോക്കാൻ സമയമില്ല. അവന്റെ കാര്യം അവൻ നോക്കട്ടെ, എന്റെ കാര്യം ഞാൻ നോക്കും.
അവൻ ചത്തെങ്കിൽ അവൻ അവന്റെ കാര്യം നോക്കണം, ഞാൻ എന്റെ കാര്യം നോക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവന്റെ മനസ്സിനും തോന്നിയതല്ല അവൻ ചെയ്ത്. അവൻ പറഞ്ഞെങ്ങനെയാണ്? അവന്റെ കാര്യം അവൻ നോക്കിക്കോട്ടെ, അവൻ ജീവിക്കണോ മരിക്കണോ ഒക്കെ അവന്റെ തീരുമാനം. അവൻ മരിക്കാതിരിക്കണോ അവൻ നോക്കണം, ഞാൻ മരിക്കാതിരിക്കാൻ ഞാൻ നോക്കും, അവൻ മരിക്കാതിരിക്കാൻ അവൻ നോക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവന്റെ പ്രവർത്തികളെ ന്യായീകരിച്ച് അവൻ മുമ്പോട്ട് പോവുകയാണ്. പക്ഷെ ദൈവം അവന്റെ ഈ ദാർഷ്ട്യ സ്വഭാവത്തിലും ഒരു ധിക്കാരിയെ പോലെ, ഒരു ധാർഷ്ട്യക്കാരനെ പോലെ അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഹൃദയം കൊട്ടിയടച്ച് ഹൃദയത്തുറവില്ലാതെ പെരുമാറുമ്പോഴും ദൈവം അവനെ നശിപ്പിക്കുന്നില്ല, ദൈവം അവനെ ശിക്ഷിക്കുന്നില്ല, ദൈവം അവനെ അറുത്ത് ദൂരെ എറിയുന്നില്ല. അവൻ ചെയ്ത പ്രവൃത്തിക്ക് തക്ക വലിയ ശിക്ഷ വേണമെങ്കിൽ അവന്റെ മേൽ നടപ്പാക്കാമായിരുന്നു. ദൈവം അവനെ അങ്ങനെ അറുത്ത് ദൂരെ എറിയുന്നില്ല. ദൈവം അവനോട് ദൈവം വാത്സല്യപൂർവ്വം ഇടപെടുകയാണ്. ദൈവം അവനോട് പറഞ്ഞു, എന്റെ മകനെ, നീ നിന്റെ കൈ കഴുകിയാലും ഈ ലോകത്തിൽ നിന്നെ ഇപ്പൊ കുറ്റപ്പെടുത്താൻ ആരുമില്ല. അത് ശരിയാണ്. അവൻ ആ തെറ്റ് ചെയ്ത് തിരിച്ചു വന്നിട്ട് അവനെ കുറ്റപ്പെടുത്താൻ അന്ന് ലോകത്തിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം അവനോട് പറയാണ്, നിന്നെ ആരും കുറ്റപ്പെടുത്തുന്നില്ലെങ്കിലും, നിനക്ക് പോലും ഒരു തിന്മയായിട്ട് തോന്നുന്നില്ലെങ്കിലും, നീ എത്ര കൈ കഴുകിയാലും ശരി, നീ ചെയ്ത ആ തിന്മ, നിന്റെ സഹോദരനായ ആബേലിന്റെ രക്തം ഈ ഭൂമിയിൽ കിടന്ന് നിലവിളിക്കുമ്പോൾ നിനക്ക് എങ്ങനെ ഈ ഭൂമിയിൽ നിനക്ക് ഐശ്വര്യവും സമാധാനം ഉണ്ടാകും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിന് കാരണമുണ്ട്. ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ തകർച്ച വരുന്നതിന്റെ അടിസ്ഥാനം ആ വ്യക്തി ചെയ്ത പാപപ്രവൃത്തികൾ തന്നെയാണെന്ന് ദൈവവചന പ്രകാരം നമ്മൾ മനസ്സിലാക്കണം. പ്രഭാഷകന്റെ പുസ്തകം 27-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യം, താൻ ചെയ്ത തിന്മ തന്റെ തലയിൽ തന്നെ നിബന്ധിക്കുന്നു, അത് എവിടെ നിന്ന് വന്നുവെന്ന് അവൻ അറിയുന്നില്ല. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 19-ാം വാക്യം, നിന്റെ തന്നെ ദുഷ്ടതയായിരിക്കും നിന്നെ ശിക്ഷിക്കുക, നിന്റെ തന്നെ അവിശ്വസ്തതയായിരിക്കും നിന്നെ കുറ്റം വിധിക്കുക. നിന്റെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുന്നത് എത്ര ദോഷകരവും കയ്പ് നിറഞ്ഞതുമാണെന്ന് നീ അനുഭവിച്ചറിയും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ ആ വ്യക്തിയെ ദൈവം ശിക്ഷിക്കുന്നു എന്നുള്ളതല്ല ബൈബിളിൽ അടിസ്ഥാനപരമായി നമ്മൾ കാണുന്നത്. നാം ചെയ്യുന്ന ഓരോ പാപപ്രവൃത്തികൾക്കും പലതരത്തിലുള്ള നാശവും തകർച്ചയും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ദൈവം കായനോട് പറയാൻ, എന്റെ കായൻ, നീ ഇതെല്ലാം ചെയ്ത് നീ കൈ കഴുകി നടന്നാലും ഈ ആബേലിന്റെ രക്തം ഈ ഭൂമിയിൽ കിടന്ന് നിലവിളിക്കുമ്പോൾ നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിരിക്കും. നീ എന്ത് തുടങ്ങിയാലും ഒന്നും ഗുണം പിടിക്കാൻ പോകുന്നില്ല. നീ കൃഷി ഇറക്കിയാൽ അത് ഫലം തരാൻ പോകുന്നില്ല. നീ എങ്ങോട്ട് പോയാലും ഒരു ഗതിയും കിട്ടാതെ നീ തകർച്ചയും നീ അലയുന്നവനും നീ വേദന സഹിക്കുന്നതിനായി നീ ഭൂമി തകരേണ്ടി വരും. കായൻ, നീ ഇത് മനസ്സിലാക്കണം. പക്ഷേ ദൈവം ഇത്ര ചങ്ക് തുറന്ന് പറഞ്ഞിട്ടൊന്നും അവന്റെ ഭാഗത്തു നിന്ന് ഒരു അനുതാപമോ ഒരു ഹൃദയത്തുറവിയോ കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവന്റെ ഹൃദയം അടഞ്ഞിരുന്ന ഹൃദയമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോയി. പക്ഷേ ഓരോ ദിവസവും അവന്റെ ജീവിതത്തിൽ വഹിക്കാവുന്നതിലധികമായ ക്ലേശം, ദുരിതം, അലച്ചില്, ഒരുപാട് തകർച്ചകൾ അവന്റെ ജീവിതത്തെ വലയം ചെയ്തപ്പോൾ അവന് മടുത്തു. അവന് ഭയങ്കരമായ ഭാരമായി. അവന്റെ ഹൃദയം വ്യതപ്പെട്ട് അവന്റെ മനസ്സ് തകർന്നു. അവൻ ഹൃദയം നുറുങ്ങി. അവന് ഭാഗ്യപ്പെട്ടൊരു അനുഭവം ഉണ്ടായി. ദൈവത്തിന്റെ അടുത്ത് എല്ലാം ഒന്ന് തുറന്നു പറയണം. അവൻ ദൈവത്തിന്റെ അടുത്തേക്ക് ഓടി. അവൻ പറഞ്ഞു, ദൈവമേ, അയ്യോ, എന്നെ രക്ഷിക്കാൻ ഈ ഭൂമിയിൽ ആരുമില്ലല്ലോ, ദൈവമേ. അവൻ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് വഹിക്കാവുന്നതിലധികമാണ് ഈ ഭാരം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ ഭാരം ദൈവം വെച്ച ഭാരമാണോ? ദൈവം അവനോട് പറഞ്ഞത് എന്താ? നിന്റെ സഹോദരൻ ആബേലിന്റെ രക്തം വീണ ഈ ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. ദൈവമല്ല അവിടെ ശപിക്കുന്നത്, ദൈവമല്ല അവൻ അവിടെ ശിക്ഷിക്കുന്നത്. അവന്റെ പ്രവൃത്തിയുടെ തകർച്ച ഈ ഭൂമിയിൽ അവന്റെ ജീവിതത്തിൽ അവനുണ്ട് എന്ന് ദൈവം